നവകേരള സദസ്സ് അതിൻ്റെ ഏറെക്കുറെ ഒരു പര്യവസാനത്തിലേക്ക് എത്തുന്നു. ഔദ്യോഗികമായ പര്യവസാനം എന്നേ പറയാൻ കഴിയും. നാളെ തിരുവനന്തപുരത്താണ് സമാപനം. അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ പര്യടനം. ഇന്നും KSU യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദെ, നവകേരള യാത്ര 37ാം ദിവസം. ഇന്ന് മണ്ഡല പര്യടനങ്ങളുണ്ട്. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വശത്ത് നവകേരള സദസ്സും മറുവശത്ത് പ്രതിഷേധവുമായി ഇങ്ങനെ ആ ഒരു യാത്രയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഒരു പരിപാടികൾ എന്തൊക്കെയാണ്? അത് തുടങ്ങും മുൻപ് ഒരു ഗുഡ് മോർണിംഗ്, ഒരു നല്ല ദിവസം, ആദ്യം അതിന് ആ ഒരു ആശംസ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു ഷഫീദ്. ഏതായാലും വലിയ തിരക്കുകളിലേക്കും ബഹളങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. വെരി ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് സംഭവബഹുലമായ നവകേരള സദസ്സ് ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. നാളെയാണ് ഔദ്യോഗികമായി നേരത്തെ സമാപനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ കാനം രാജേന്ദ്രന്റെ വിയോഗം തുടർന്ന് ഒരു ദിവസം, അതായത് എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ പര്യടനം ഉണ്ടായിരുന്നില്ല. അത് 1, 2 അടുത്ത മാസം 1, 2 തീയതികളിൽ അത് നടത്താനാണ് തീരുമാനം. നിലവിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് നവകേരള യാത്ര പ്രവേശിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPC അധ്യക്ഷൻ K സുധാകരൻ അടക്കമുള്ള ആളുകൾ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യം അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള കാര്യം അവരും വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി പോലീസ് അതിക്രമത്തിന് നേരെ കണ്ണടക്കില്ല, അങ്ങനെ ഒരു രീതി, സംയമനത്തിന്റെ രീതി കോൺഗ്രസ് പാലിക്കില്ല, അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കും എന്നുള്ള വെല്ലുവിളി അത് ഇരുവരുടെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇന്നലെ പോലീസ് ആസ്ഥാനത്തിന് മുൻപിലെ KSU സമരത്തിൽ നമ്മൾ കണ്ടതാണ് വ്യത്യസ്തമായിട്ടുള്ള ചില സമര രീതികൾ. പ്രത്യേകിച്ച് മുട്ടയിൽ ഈ മുളകുപൊടി നിറച്ചുള്ള സമരം, അതേപോലെ ഗോലികൾ കയ്യിൽ കരുതിയുള്ള സമര രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി KPCC അധ്യക്ഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ഇനി അടിക്ക് തിരിച്ചടി എന്നുള്ളത് തന്നെയാണ് നയം, ഇനി അങ്ങോട്ടുള്ള രീതിയും അങ്ങനെ തന്നെ ആയിരിക്കും. മുഖ്യമന്ത്രിയുടെ ഈ ഹീനമായ പ്രവൃത്തികളെ കണ്ണൂരിൽ തന്നെ കുഴിച്ചുമൂടാൻ കഴിയുമായിരുന്നു, പക്ഷേ അന്നത് ചെയ്തില്ല. പക്ഷേ ഇനിയും രക്തദാഹിയായ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനം അല്ലെങ്കിൽ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് KPCC അധ്യക്ഷൻ പറയുന്നുണ്ട്. ഏതായാലും നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് കാട്ടാക്കട, അരുവിക്കര അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. പ്രഭാതയോഗം കാട്ടാക്കടയിലാണ്. വലിയ തരത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മന്ത്രിമാരടക്കം ഉണ്ട് ഇവിടെ. നമുക്ക് അവരോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. ഇപ്പോൾ മിനിസ്റ്റർ K രാജൻ നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്ററെ, ഒറ്റ കാര്യമുള്ളൂ, ഇന്നലെ K സുധാകരന്റെ ഒരു പ്രസ്താവനയുണ്ട്, അടിക്ക് തിരിച്ചടി. അല്ല, ഞാൻ പറഞ്ഞത് 24-ൽ ഞാൻ വൈകുന്നേരം വാർത്ത കണ്ടപ്പോൾ എഴുതി കാട്ടിയൊരു വിശേഷമാണ് എൻ്റെ മനസ്സിൽ വന്നത്. നമുക്ക് മറ്റന്നാൾ കാണാം നവകേരള സദസ്സിനുള്ള പരിപാടി, മറുപടി മറ്റന്നാൾ കാണാം. അപ്പം ഞാൻ വളരെ ശ്രദ്ധയോടെ 24 വീണ്ടും നോക്കി താഴത്തെന്താണ് എഴുതി കാണിക്കുന്നത്. നവകേരള സദസ്സിനുള്ള മറുപടി മറ്റന്നാൾ കാണാം. മറ്റന്നാൾ ഞങ്ങൾ നടത്തുന്ന കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ അതിന് മറുപടി പറയും. കനലെല്ലാം ഏതോ ചാരമായി മാറും. ഇത് 3 കാര്യങ്ങളാണ് എഴുതി കാണിക്കുന്നത്. ഒരു കലാപ ആഹ്വാനം നടത്തുകയാണ് എന്ന് മാത്രമല്ല, കേരളത്തിൽ കലാപം നടത്തുന്നതിൽ അണികളുടെ മുമ്പിൽ ചാമ്പ്യനാകുന്നത് ആരാണെന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണ് നവകേരള സദസ്സിനോട് മറ്റന്നാൾ കാണാം എന്ന് പറയുന്നത്? ഇപ്പോൾ കുറ്റവിചാരണയോ മറ്റോ, ഞങ്ങൾ ഈ നവകേരള സദസ്സ് നടത്തപ്പെട്ട എല്ലായിടത്തും കുറ്റവിചാരണ നടത്തി അതേ കേന്ദ്രങ്ങളിൽ അതിനേക്കാൾ വലിയ ജനത്തെ കൂട്ടും എന്നായിരുന്നല്ലോ പ്രഖ്യാപനം. 24-ൽ ഞാനൊന്നും കണ്ടില്ല. പത്രങ്ങളിൽ അങ്ങനെ കാര്യമായി ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും കാണാനില്ല. അതിന് അകാല ചരമം ഉണ്ടായോ അതെനിക്ക് അറിയുകയും ചെയ്യില്ല. ആ കുറ്റപത്രത്തിൽ സമർപ്പിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി കൂടി കാണാനുള്ള യാത്രയാണ് ഈ യാത്ര. അത് കേരളത്തിലെ സാമൂഹിക പെൻഷനും നെല്ലേറ്റെടുത്തതിന് കൊടുക്കാനുള്ള പണത്തിന്റെ കുടിശ്ശികയും ഉൾപ്പെടെ കേരളത്തിലെ ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട അർഹമായ വിഹിതം തന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം കൂട്ടായി നമുക്ക് പരിഹരിക്കാം. അതിൽ ആരാണെന്ന് നോക്കണ്ട. നമുക്കൊരു മനസ്സായി കൊടികളുടെ നിറമില്ലാത്ത വിധം 64-ൽ നമ്മൾ അവസാനിപ്പിച്ച സ്റ്റാറ്റ്യൂട്ടറി റേഷന് വേണ്ടി നടന്ന സമരം പോലെ ഒരു മനസ്സായി ഒരു സമരം നടത്തി കേരളത്തിന്റെ അവകാശങ്ങൾ മേടിക്കുക. പിന്നെ കാര്യത്തിൽ രാഷ്ട്രീയപരമായ തർക്കങ്ങൾ തെരഞ്ഞെടുപ്പിലോ മറ്റേത് ഘട്ടത്തിലോ നമുക്ക് തർക്കിക്കുകയും അഭിപ്രായം പ്രകടിക്കുകയും ചെയ്യാം. അതിന് മറുപടി പറയുന്നത് നമുക്ക് മറ്റന്നാൾ കാണാം എന്നാണ്. അപ്പോൾ അണികളെ ജയിലിൽ പോകാതെ സംരക്ഷിക്കാൻ ഒരു നേതാവ് നിൽക്കുന്നു, മറ്റന്നാൾ കലാപം സൃഷ്ടിച്ച് അതിന്റെ ചാമ്പ്യനാകാൻ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുന്നത്, ഇവരെല്ലാം മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നത്, തകർക്കാൻ ഇവർ ശ്രമിക്കുന്നത് കേരളത്തിന്റെ മനസ്സമാധാനത്തെയും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതം. ഒരു കാര്യം, ഇന്നലെ മുഖ്യമന്ത്രിയെ K സുധാകരൻ വിശേഷിപ്പിച്ചത് രക്തദാഹി എന്നുള്ളതാണ്. അപ്പൊ അത്തരം വിശേഷണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നോക്കി ഇങ്ങനെ കാര്യമായി ഇതൊരു പ്രൊവോക്കേഷൻ ആയിട്ടാണോ കാണുന്നത്? അല്ല, ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് ഇത്തരം എത്രയോ സംഭവങ്ങൾ നടന്നതിന്റെ അനുഭവം ഉണ്ടല്ലോ. 2014 സമരം നടക്കുമ്പോൾ ആ കാണുന്ന പ്രതിമയ്ക്ക് താഴെയിട്ടാണ് AIVFന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കൃഷ്ണപ്രസാദിനെയും AIVFന്റെ വനിതാ പ്രവർത്തകയായിരുന്ന ബിന്ദുരാജിനെയും ഇപ്പോഴത്തെ ഇടുക്കി MP കൂടിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സംഘം ചേർന്ന്
ഒരു വൻ സംഘം ആളുകൾ മർദ്ദിച്ചത്. അവർ ഒരു പ്രകടനം മാത്രം നടത്തി പോവുകയായിരുന്നു. അപ്പോൾ കോൺഗ്രസും പിന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഒരു യുദ്ധമല്ല നവകേരള സദസ്സിന്റെ അന്തസ്സത്ത. ആ വിധത്തിലേക്ക് വഴിമാറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നവകേരള സദസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ്. അതിന് വിട്ടുകൊടുക്കുന്നില്ല. ഞങ്ങൾ ആ പ്രകോപനങ്ങൾക്ക് വഴങ്ങുന്നില്ല. ഞങ്ങൾ അതിന് മാത്രം മറുപടി പറഞ്ഞു പോകുന്നില്ല. മഞ്ചേശ്വരത്ത് ആരംഭിച്ചത് മുതൽ ഇതുവരെ ഞങ്ങൾ പറയുന്ന ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഇത് പ്രതിപക്ഷത്തിനെതിരായ സമരമല്ല, ഇത് ഏതെങ്കിലും ഒരു പക്ഷത്തിനെതിരായ സമരമാണെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട വിഹിതം തരാത്ത ഫെഡറൽ മര്യാദകളെ ലംഘിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരായി കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ്. അതിൽ നമുക്ക് തർക്കിക്കാൻ ഇനിയും നേരമുണ്ടല്ലോ. നവകേരള സദസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട് UDFന്റെ അഭിപ്രായം എന്താണ്? അത് നടപ്പിലാക്കാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ. നവകേരള സദസ്സ് പ്രഖ്യാപിക്കപ്പെട്ട ആവശ്യങ്ങളോട് UDF അനുകൂലമാണോ പ്രതികൂലമാണോ? കേരളത്തിന് കിട്ടാനുള്ള വിഹിതത്തെ സംബന്ധിച്ച് എന്താണ് കോൺഗ്രസിന്റെ UDFന്റെ ഷഫീദ് റാവുത്തറാണ് കേരള സദസ്സിൽ ഇന്ന് പ്രഭാത യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ ഏതായാലും മന്ത്രി കെ രാജൻ പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ, അതായത് കേന്ദ്രം സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങളൊന്നും തന്നെ തരുന്നില്ല, അതിന് ആ ഒരു കാര്യത്തിലെങ്കിലും കൊടിയുടെ നിറമൊന്നും നോക്കാതെ ഒരുമിച്ച് നിന്നുകൂടെ, ഇത്തരം പല പ്രശ്നങ്ങളിലും ഒരുമിച്ച് നിന്നുകൂടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എടുക്കട്ടെ. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തലസ്ഥാനത്ത് കാണുന്ന അടിക്ക് തിരിച്ചടി, അങ്ങനെ പോലീസ് ചിലപ്പോഴൊക്കെ സംയമനം പാലിക്കുന്നു, ചിലപ്പോഴൊക്കെ നിയന്ത്രണം വിടുന്നു, പ്രകോപിതരാകുന്നു. അങ്ങനെ വല്ലാതെ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്കും തോന്നാറുണ്ട് യഥാർത്ഥ പ്രശ്നങ്ങൾക്കായി ഇവർക്ക് ഒരുമിച്ച് നിന്നുകൂടെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കായി എന്ന്. ഷഫീദ് റാവുത്തറാണ് പ്രഭാതത്തിൽ നമുക്ക്. എന്തായാലും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾക്കായി ഭരണാധികാരികൾ തയ്യാറാകണം. അതേപോലെ തന്നെ ജനങ്ങൾ അതിനായി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. അപ്പൊ നമ്മൾ എത്രത്തോളം താല്പര്യം അതിൽ കാണിക്കുന്നോ അതേപോലെ തന്നെ അവരുടെ താല്പര്യവും ഉണ്ടാകും. ഷേക്സ്പിയർ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അർഹിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.